ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കും നമ്മുടെ സച്ചിനെയാണ്. അങ്ങനെ സച്ചി മഹേഷിനോടും അതുപോലെ വേറൊരു കൂട്ടുകാരനോടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തുറന്നു പറയുക, എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ, അവളെ ഇങ്ങനെ വെറുതെ വീട്ടിൽ ഇരുത്താൻ എനിക്ക് പറ്റില്ല, അവളുടെ സങ്കടം കാണാൻ എനിക്ക് പറ്റില്ല, അവളെ സന്തോഷിപ്പിക്കണം, എന്തെങ്കിലും എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ, അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ പറയാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും മഹേഷ് പറഞ്ഞു, എന്ത് ഐഡിയ ആടാ, അത് പിന്നെ ഞങ്ങളുടെ കയ്യിൽ ഐഡിയകളൊന്നും ഇല്ല, പിന്നെ ഒരു കടയിട്ട് കൊടുത്താൽ നല്ലതായിരിക്കും, അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യുക, ഇനിയിപ്പം രേവതിനെ ചിരിപ്പിക്കാനേ രേവതിനെ കൂട്ടി ഒരു കോമഡി പടം നീ കൊണ്ടുപോയി കാണിക്കുക, അപ്പൊ രേവതി ചിരിച്ചാലോ എന്ന്. അപ്പോഴത്തേക്ക് നമ്മുടെ മഹേഷ് പറഞ്ഞു, എടാ മിണ്ടാതിരിക്കടാ, അവനാകെ വെന്ത് നിൽക്കുമ്പോഴാ, അല്ല പെട്ടെന്ന് ഒരു ഐഡിയ വരാൻ പറഞ്ഞപ്പം പിന്നെ ഞാൻ എന്താ പറയുക, ചിരിപ്പിക്കാൻ വേണ്ടി കോമഡി പടം കാണുക, അത്ര തന്നെ. അപ്പോഴത്തേക്കാണ് നമ്മുടെ മഹേഷിന്റെ കൂടെയും സച്ചിയുടെ കൂടെയും ഉള്ള ആ ഒരു കൂട്ടുകാരന്റെ ഫോണിൽ ഒരു കോൾ വന്നത്. എന്നിട്ട് ആ ഒരു ഫോൺ എടുത്തിട്ട് പറയാണ്, നീ എന്തെങ്കിലും ചെയ്യ്, നീ എപ്പോഴും ഓൺലൈനിലാണല്ലോ, നീ എന്തെങ്കിലും ചെയ്യ് എന്നിങ്ങനെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു. അപ്പം മഹേഷ് ചോദിച്ചു, നീ എന്താടാ, എന്താ പറ്റി? ഓ, എന്ത് ചെയ്യാനാ, ഓ എൻ്റെ ഭാര്യ ഇപ്പം കടയിൽ പോയി ഒന്നും മേടിക്കത്തില്ല, എല്ലാം ഓൺലൈനിൽ നിന്നാണ് മേടിക്കുന്നത്, ദിവസം ഇങ്ങനെ ഓരോന്ന് മേടിച്ചുകൊണ്ടേ ഇരിക്കും, ക്യാഷ് പോകുന്നത് അറിയത്തേ ഇല്ല. ഇപ്പം വേണ്ടത് മേടിക്കാനായിട്ട് ആരും വീട് വിട്ട് പുറത്തു പോകാറില്ല, അവർക്ക് ആവശ്യമുള്ളത് അവരുടെ വീട്ടിലെത്തും, അതാണല്ലോ ഇപ്പോഴത്തെ ലോകം. ഇത് കേട്ടപ്പോഴാണ് നമ്മുടെ സച്ചി, എടാ മഹേഷേ, എടാ കമോണ്ട്ര, എടാ ഐഡിയ കിട്ടി, നിങ്ങൾ ഇപ്പൊ പറഞ്ഞപ്പോഴാണ് എനിക്ക് ആ ഐഡിയ കിട്ടിയത്. നിങ്ങൾ പറഞ്ഞല്ലോ ആരും ഇപ്പൊ പുറത്തു പോയി ഒന്നും മേടിക്കുന്നില്ല, എല്ലാം വീട്ടിൽ തന്നെ എത്തുന്ന. രേവതിയുടെ കയ്യിൽ നിന്ന് പൂക്കൾ മേടിക്കുന്ന കുറേ സ്ഥിര കസ്റ്റമേഴ്സ് ഉണ്ട്, അവർക്ക് ആവശ്യമുള്ള പൂക്കളും മാലകളും ഒക്കെ അവരുടെ വീട്ടിലെത്തിച്ചാലോ? അല്ല മനസ്സിലായില്ല. എടാ ഫുഡ്, മീന് ഇതൊക്കെ വണ്ടികളിൽ കൊണ്ടുപോയി വീടുകളിൽ കൊടുക്കാറുണ്ടല്ലോ. അതുപോലെ തന്നെ പൂക്കളും കൊണ്ട് കൊടുക്കാം, ഓർഡർ ചെയ്താലോ പൂക്കൾ വീട്ടിലെത്തും. ഒരു മൊബൈൽ പൂക്കട, എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? ഇത് കേട്ടതും മഹേഷ് പറഞ്ഞു, എടാ പൊളിക്കൂടാ, പൊളിക്കും, അത് ഉറപ്പാണ്, നല്ല ഐഡിയ, പക്ഷെ അതിന് സ്കൂട്ടർ വേണ്ടടാ. ആ വേണം, ഒരു വണ്ടി മേടിക്കണം, ഒരു സ്കൂട്ടി മേടിച്ചാൽ മതിയല്ലോ. അതിന് നിന്റെ ഈ കാശുണ്ടോടാ? കാശ് ചെലവാക്കാതെ ഇപ്പൊ ഒന്നും നടക്കാനൊന്നും പോകുന്നില്ല, എൻ്റെ കയ്യിൽ കുറച്ച് ക്യാഷൊക്കെ ഉണ്ട്, ബാക്കി എങ്ങനെയെങ്കിലും ഒക്കെ സംഘടിപ്പിക്കാമല്ലോ. അപ്പോഴത്തേക്കാണ് നമ്മുടെ മഹേഷ് പറഞ്ഞത്, ഞങ്ങളെല്ലാം നിനക്ക് ക്യാഷ് തരാനുണ്ടല്ലോ, ഞാൻ തരാനുള്ള ക്യാഷിൽ നിന്ന് കുറച്ച് ഇപ്പൊ തന്നെ ഞാൻ നിനക്ക് തരാം. അപ്പോഴത്തേക്കും മറ്റേ കൂട്ടുകാരനും പറഞ്ഞു, ഞാനും തരാം എന്ന് പറഞ്ഞുകൊണ്ട് അവര് രണ്ടുപേരും കുറച്ച് 5,000 രൂപ വെച്ച് കൊടുക്കാൻ കേട്ടോ. അങ്ങനെ 10 രൂപയായല്ലോ. ഏതായാലും സച്ചിയുടെ കയ്യിലും കുറച്ച് പൈസ ഉണ്ടല്ലോ, നമ്മുടെ സച്ചി രക്ഷപ്പെട്ടു കേട്ടോ. സച്ചി ആണെങ്കിൽ, ഓഹ് എൻ്റെ കയ്യിലുള്ളതും കൂടി കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 20,000 രൂപ കാണും. ഓഹ്, പിന്നെ നമുക്ക് വണ്ടി എടുക്കാമല്ലോ, ബാക്കി പൈസ ലോണാക്കാം, മാസാമാസം അടച്ചാൽ മതിയല്ലോ, ഇപ്പൊ തന്നെ പോയി വണ്ടി എടുക്കണം, വണ്ടി എടുത്തേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് നേരെ നമ്മുടെ സച്ചി കാറിൽ കയറിയിട്ട് നേരെ ഷോറൂമിലേക്ക് വിട്ടടിച്ച് പോവുകയാണ് കേട്ടോ, സ്കൂട്ടി ഷോറൂമിലേക്ക്. അങ്ങനെ സ്കൂട്ടി ഷോറൂമിലേക്ക് ചെന്നു. അവിടെ ചെന്നിട്ട് നമ്മുടെ സച്ചി അവിടുത്തെ ആൾക്കാരോട് ഇങ്ങനെ പറയാണ്, അത് പിന്നെ എനിക്കൊരു സ്കൂട്ടി വേണമായിരുന്നു. അപ്പം പറഞ്ഞു, ഏത് മോഡലാണ് വേണ്ടത്? കയറി വരൂ സാർ, ഏത് മോഡലാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി, നമുക്ക് ഇവിടെ നിന്ന് എടുക്കാമല്ലോ. അല്ല പേയ്മെന്റ് ഇപ്പോൾ ഉള്ളതുപോലെ സാറ് അടയ്ക്ക്, ബാക്കി നമുക്ക് ഈസി ആയിട്ട് ഇടാം, ഓക്കെ കുഴപ്പമില്ലല്ലോ. ആ കുഴപ്പമില്ല, എങ്കിൽ പിന്നെ വന്നോ, എന്തിനാ വെച്ച് താമസിപ്പിക്കുന്നത്, വന്ന് സ്കൂട്ടി നോക്കിയിട്ട് സാറിന് ഇഷ്ടമുള്ള സ്കൂട്ടി എടുത്തോ. അല്ല ഇപ്പം ഏത് കമ്പനിയാണ് നല്ലത്, അതിനെക്കുറിച്ചൊന്നും എനിക്ക് വലിയ ഗ്രാഹ്യമില്ലേ, അതൊക്കെ ഞങ്ങൾ പറഞ്ഞു തരാം, ഞങ്ങളത് പരിചയപ്പെടുത്താനല്ലേ സാർ ഇവിടെ നിൽക്കുന്നത്, ഞങ്ങൾ സ്റ്റാഫുകളാണ്, നിങ്ങളെ പോലെയുള്ളവരെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ നിയമിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഇതിന് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. അല്ല വേറൊരു കാര്യം കൂടെയുണ്ട്, എനിക്കൊരു ചെറിയൊരു മൊബൈൽ കട നടത്താൻ വേണ്ടിയായിരുന്നു. മൊബൈൽ കടയോ? ആ, അന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു പൂക്കട, അത് സ്കൂട്ടിയുടെ പുറകിൽ വെച്ച് കൊണ്ടുപോകണം, ഒരു 10-300 കിലോ പൂവൊക്കെ അതിൽ വെക്കാനായിട്ട് പറ്റണം. ഈ നമ്മുടെ ഡെലിവറി ഒക്കെ ചെയ്യുന്ന ആൾക്കാർ പുറകിലൊരു പെട്ടി വെക്കത്തില്ലേ, ആ പെട്ടി, അതും കൂടെ സെറ്റ് ചെയ്ത് തരാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? അതിനെന്താ സാറേ, അതുകൂടെ സെറ്റ് ചെയ്ത് തരാലോ, അതിനൊരു പ്രശ്നമില്ല, അത് ഉടനെ തന്നെ സെറ്റ് ചെയ്ത് തരാം. സാറിപ്പോൾ ഒരു കാര്യം ചെയ്യുക, വന്ന് വണ്ടി നോക്ക്, വണ്ടി ഏതാണോ ഇഷ്ടപ്പെട്ടത് അത് സാറ് സെലക്ട് ചെയ്യുക, അത് കഴിഞ്ഞ് നമുക്കെല്ലാം സെറ്റാക്കാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സച്ചിക്കാണ് സന്തോഷം കൊണ്ട് ഇരിക്കാനും നിൽക്കാനും ഒന്നും വയ്യാട്ടോ.
ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു ഐഡിയ കിട്ടുമെന്നോ, ഇങ്ങനെ ഒരു കാര്യം മനസ്സിൽ തോന്നുന്നോ, നമ്മുടെ രേവതിക്ക് ഇത് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ രേവതിക്ക് ഉണ്ടാകുന്ന സന്തോഷമൊക്കെയാണ് അപ്പം നമ്മുടെ സച്ചി ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നത്. അങ്ങനെ കുറെ വണ്ടി ചൂണ്ടിക്കാണിക്കുകയാണ്. ഇതിലേതെങ്കിലും മതിയോ സാറേ? അല്ല, സാറിന്റെ ഭാര്യയ്ക്ക് ഏത് കളറാണ് ഇഷ്ടം? അത് പിന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്നൊന്നും എനിക്കറിയില്ല. ഏതായാലും ഒരു കാര്യം ചെയ്യാം. അല്ല, നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കൂലേ ഭാര്യയ്ക്ക് ഏത് കളറാണ് ഇഷ്ടം എന്ന് പോലും അറിയത്തില്ലാത്ത ഏതൊരു ഭർത്താവെങ്കിലും കാണുമോന്ന്? അതെ, ഉണ്ടെന്നേ. എന്നെ പോലെയുള്ളവർ അങ്ങനെയൊക്കെയാ. ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് കുറച്ചൊക്കെ ആയി, എന്നാലും ഞാൻ ഇതൊന്നും ചോദിച്ച് മനസ്സിലാക്കിയിട്ടില്ലെന്നേ. ചോദിക്കണമായിരുന്നല്ലേ. അവക്ക് എന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം, അവളുടെ മറ്റു ഇഷ്ടങ്ങളെ കുറിച്ചൊന്നും എനിക്ക് വലിയ അറിവില്ലടോ. ഏതായാലും ഒരു കാര്യം ചെയ്യാം, ഞാൻ അവളെ ഒന്ന് വിളിക്കട്ടെ, അവക്ക് ഏത് കളറാണ് ഇഷ്ടമെന്ന് ചോദിക്കാം. എന്നിട്ട് ആ കളറുള്ള സ്കൂട്ടർ ഇവിടെ ഉണ്ടെങ്കിൽ അത് മേടിക്കാം എന്ന് പറഞ്ഞ് നമ്മുടെ സച്ചി ഫോൺ എടുക്കുകയാണ് കേട്ടോ. ഫോൺ എടുത്തു രേവതിനെയും വിളിക്കുകയാണ്. അങ്ങനെ രേവതി കിച്ചണിൽ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുക, പാവം എന്തൊക്കെയോ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഫോൺ ബെല്ലടിക്കുന്നത്. ഫോൺ ബെല്ലടിക്കുമ്പോഴത്തേക്ക് നമ്മുടെ സച്ചി അല്ല രേവതി നോക്കിയപ്പോൾ സച്ചേട്ടൻ. ആ സച്ചേട്ടാ, എന്താ സച്ചേട്ടാ, ഭക്ഷണം കഴിക്കാൻ വരുമല്ലോ അല്ലേ? അതോ ഇനിയിപ്പം ഭക്ഷണം കഴിക്കാൻ വരില്ല എന്ന് പറയാൻ വേണ്ടി വിളിച്ചതാണോ? ശോ, ഞാൻ വരും രേവതി, ഇപ്പം അതിനൊന്നും അല്ല വിളിച്ചത്, ഞാൻ വേറൊരു കാര്യം ചോദിക്കാനാ വിളിച്ചത്. എന്താ സച്ചേട്ടാ? അത് അത് പിന്നെ നിനക്ക് ഇഷ്ടപ്പെട്ട നിറം ഏതാ? അത് പറ, അതാദ്യം പറ. ഓഹോ, ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കുന്നത്? കാര്യമുണ്ടെന്ന് കൂട്ടിക്കോ. നിനക്ക് ഇഷ്ടപ്പെട്ട നിറം ഏതാ? ആ, മനസ്സിലായി മനസ്സിലായി. എനിക്ക് സാരി മേടിച്ചു തരാൻ വേണ്ടി ഏതോ തുണിക്കടയിൽ കയറിയിട്ടല്ലേ വിളിക്കുന്നത്? ആ, കൊള്ളാം. എന്തിനാ എന്റെ സച്ചേട്ടാ കട പോയ സങ്കടത്തിൽ നിൽക്കുന്ന എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഒരു സാരി മേടിച്ചു തരാന്ന് കരുതിയല്ലേ? സാരി മേടിച്ചു തന്ന നിന്റെ സങ്കടം മാറുവോ? സച്ചേട്ട ഒന്നും മേടിക്കണ്ട, എനിക്കിപ്പോ തൽക്കാലം സങ്കടമൊന്നുമില്ല. എനിക്ക് ഉടുക്കാനും ഇഷ്ടംപോലെ സാരിയുണ്ട്. സച്ചേട്ടൻ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വാ, നമുക്ക് ഭക്ഷണം കഴിക്കാം. ഓ, ഭക്ഷണമൊക്കെ കഴിക്കാന്നേ. നീ നിനക്ക് ഇഷ്ടപ്പെട്ട കളർ ആദ്യം പറ രേവതി. അത് അത് പിന്നെ എന്റെ പൊന്നോ, വീട്ടിലെ ജോലിയൊന്നും ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് അമ്മ എന്നെ വഴക്ക് പറഞ്ഞായിരുന്നു. സച്ചേട്ടൻ സാരി മേടിച്ചോണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ചുമ്മാ ഇരിക്കുന്ന ഇവക്ക് എന്തിനാ സാരി എന്ന് ചോദിച്ച് വീണ്ടും വഴക്ക് തുടങ്ങും. എനിക്കതൊന്നും കേൾക്കാൻ പറ്റില്ല. അതുകൊണ്ട് സാരി ഒന്നും മേടിക്കണ്ട, പെട്ടെന്ന് ഇങ്ങോട്ട് വന്നാൽ മതി. ദേ രേവതി, ഞാൻ ചോദിച്ചതിനുള്ള മറുപടി ആദ്യം പറ. നിങ്ങൾ വിടില്ല അല്ലേ എന്നെ? ഇല്ല, നിന്നെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. നിനക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാന്ന് പറയടി പെണ്ണെ. അത് പിന്നെ എനിക്ക് എല്ലാ കളേഴ്സും ഇഷ്ടാ. ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഏതാ അത് നീ പറ. ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഏതാന്ന് ചോദിച്ചാല് എനിക്ക് ഏറ്റവും ഇഷ്ടം ചെമ്പനീർ പൂവിന്റെ കളറാ, ചുമപ്പ്. ചുമപ്പോ? ആ, ചുമപ്പ് ചുമപ്പ്. ആ, ചുമപ്പ് കളർ ഇവിടെ ഉണ്ട്. ആ കളർ ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെയാണ്, ഒരു പ്രശ്നമില്ല. എന്നാ പിന്നെ ശരി, ഞാൻ ഫോൺ കട്ട് ചെയ്യാണേ എന്ന് പറഞ്ഞ് നമ്മുടെ സച്ചി വേഗം ഫോൺ കട്ട് ചെയ്തു. അപ്പോഴത്തേക്ക് രേവതി, സച്ചിയേട്ടാ, ഈ സച്ചിയേട്ടൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞ് ചിരിച്ച് വീണ്ടും പച്ചക്കറിയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യാണ്. അപ്പോഴത്തേക്കാണ് നമ്മുടെ സച്ചി ഓടി വന്നിട്ട് അവിടെ നിന്ന് ആ ഒരു സ്റ്റാഫിനോട് പറഞ്ഞത്, ചേട്ടാ ഈ സ്കൂട്ടർ മതി കേട്ടോ, എന്നാ പിന്നെ ക്യാഷ് അടച്ചിട്ട് ഫോം ഫില്ല് ചെയ്യണം, വരൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചിനെയും കൂട്ടിക്കൊണ്ട് അയാള് ഫോമൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടി പോവാണ്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ നമ്മുടെ സച്ചി സ്കൂട്ടിയൊക്കെ ആയിട്ട് ഗേറ്റിന് അടുത്ത് വന്നിട്ട് നേരെ രവീന്ദ്രനെ വിളിച്ചിട്ട്, അച്ഛാ പെട്ടെന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നേ, അതെ അമ്മേനെയും കൂട്ടിക്കൊണ്ട് വരണം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ ചെയ്തു. അപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ഫോൺ കട്ടും ചെയ്തു. രവീന്ദ്രനൊന്നും മനസ്സിലായില്ല. പിന്നെ നമ്മുടെ സുധീനെ വിളിക്കുക. സുധീനെ വിളിച്ചിട്ട്, എടാ സുധി, നീ വീട്ടിലുണ്ടല്ലോ അല്ലേ? ആ ഉണ്ട്, ഞാൻ ഇവിടെ ഉണ്ടറാ. ആ, വീട് വിട്ട് നീ എവിടെ പോകാനാ? അതൊക്കെ പോട്ടെ, പാർലറേട്ടത്തി വീട്ടിലുണ്ടോ? ആ, അവളും ഇവിടെ ഉണ്ട്. എന്താ? ആ, എന്നാ പിന്നെ രണ്ടുപേരും വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി വാ, ഗേറ്റിന് ഇപ്പുറത്തേക്ക് ഇറങ്ങി വാ. എന്തിനാ വരുന്നത്? എന്റെ പൊന്നെ, നീ ഒന്ന് വാ, പാർലറേട്ടത്തിനെ കൂട്ടിയിട്ട് തന്നെ വരണം കേട്ടോ എന്ന് പറഞ്ഞ് ഫോണും കട്ട് ചെയ്തു കേട്ടോ. ഏതായാലും അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി വന്നു. ശ്രുതിയോട് ശ്രുതി പറഞ്ഞു, സച്ചിയാ വിളിച്ചത്, നിന്നെയും കൂട്ടി പുറത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. എന്താ കാര്യം ശ്രുതി? അതൊന്നും പറഞ്ഞൊന്നുമില്ല, എന്താ കാര്യം എന്നൊന്നും അറിയില്ല, വാ നമുക്ക് ഏതായാലും ചെന്ന് നോക്കാം എന്ന് പറഞ്ഞ് ശ്രുതിനെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ വർഷേനെ കാണിക്കുന്നത്. അങ്ങനെ വർഷ ഇങ്ങനെ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ശ്രീകാന്ത് ഉണ്ട് കേട്ടോ ഫോണിൽ ബെല്ലടിക്കുന്നത്. അവരും നേരെ ഫോൺ എടുക്കുകയാണ്. അപ്പോഴത്തേക്ക് ശ്രീകാന്ത് ചോദിച്ചു, എന്താ സച്ചേട്ടാ വിളിച്ചത്? അത് പിന്നെ, എടാ ശ്രീകാന്ത്, നീ റെസ്റ്റോറൻറ്റിൽ പോയില്ലല്ലോ അല്ലേ? ഇല്ല, പോകാൻ വേണ്ടി ഇറങ്ങിക്കൊണ്ടിരിക്കുക. എന്നാലേ നീ നിന്റെ ഭാര്യനെ കൂട്ടിക്കൊണ്ട് വീടിന്റെ പുറത്തേക്ക് വേഗം വാ. എന്താ സച്ചിയുടെ വിഷയം? എന്തെങ്കിലും വിഷയമുണ്ടോ? വിഷയം അറിഞ്ഞാലും നീ വരത്തുള്ളോ? അല്ല സച്ചിയുടെ കാര്യം ഞാൻ ചോദിച്ചത്, വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്നാ? ഒരു പ്രശ്നമില്ല, നീ ഇപ്പൊ ഇറങ്ങി വാ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഫോണും കട്ട് ചെയ്തു. അപ്പൊ നമ്മുടെ വർഷം ചോദിച്ചു, എന്താ ശ്രീകാന്തേ?
ആ ആർക്കറിയാം, സച്ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി ചെല്ലാന്. എന്താന്ന് ആർക്കറിയാം എന്ന് പറഞ്ഞിട്ട് ഇവര് വെളിയിലേക്ക് ഇറങ്ങി പോയിട്ടോ. അപ്പോഴത്തേക്കാണ് നമ്മുടെ രേവതിനെ സച്ചി വിളിക്കുന്നത്. അപ്പോഴത്തേക്ക് രേവതി അടുക്കളയിൽ ഇങ്ങനെ ഓരോന്ന് ചെയ്തോണ്ടിരിക്കുക. സച്ചിയേട്ടനാണല്ലോ. എന്താ സച്ചേട്ട വിളിച്ചത് എന്ന് പറഞ്ഞ് ഫോൺ എടുത്തു. അത് പിന്നെ രേവതി, നീ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി വന്നേ, പെട്ടെന്ന് വാ. ഞാൻ എന്തിനാ പുറത്തേക്ക് വരുന്നത്? സച്ചേട്ടനകത്തേക്ക് വാ. ഓ, ഇതെന്തിനാ എല്ലാവരും എന്തിനാന്ന് ചോദിക്കുന്നത്? രേവതി, നീ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടോ? നീ വാ രേവതി എന്ന് പറഞ്ഞ് നമ്മുടെ സച്ചി ഫോണും കട്ട് ചെയ്തപ്പോഴത്തേക്കും രേവതി, ഈ സച്ചിയേട്ടൻ്റെ ഒരു കാര്യം, ഇതെന്തിനായിരിക്കും ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങി ചെല്ലാൻ പറഞ്ഞത് എന്ന് പറഞ്ഞ് ഏതായാലും പുറത്തേക്ക് ചെല്ലാന്നും പറഞ്ഞുകൊണ്ട് എല്ലാരും കൂടെ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. ചന്ദ്രയുണ്ട്, രവീന്ദ്രനുണ്ട്, രേവതിയുണ്ട്, ശ്രുതിയുണ്ട്, ശ്രുതിയുണ്ട്, വർഷയുണ്ട്, അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് സഹിതമുണ്ട്. അപ്പൊ അവരെല്ലാവരും കൂടെ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നു. ഇതിനിടയിലാണെങ്കിൽ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ കോപ്പ എന്തിനായിരിക്കും, ഇതെന്താണോ ഇവന് സൂക്കേട്, അല്ലെങ്കിൽ ഇവന് ഇടയ്ക്കിടയ്ക്കുള്ളതാ ഇങ്ങനത്തെ കുറച്ച് സൂക്കേട്, നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ മനുഷ്യ, ഇവന്റെ താളത്തിനൊത്ത് തുള്ളാനായിട്ട്. അത് പിന്നെ അവൻ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അല്ലേ ചന്ദ്ര വിളിക്കത്തുള്ളൂ, അല്ലാതെ അവൻ വിളിക്കുവോ? കാര്യം കിടക്കുക, കൊട്ടക്കണക്കിന് കാര്യം കിടക്കുക. ഒരു കാര്യവും ഇല്ലാത്തവനും ഒരു കഥയില്ലാത്തവനും അവൻ വേറെ എന്തെങ്കിലും കോപ്രായം കാണിക്കാൻ വേണ്ടി വിളിക്കുന്നതായിരിക്കും. കോപ്പ് മനുഷ്യന്റെ സമയം കളയാൻ വേണ്ടി. ഞാനൊന്ന് നല്ല രീതിയിൽ കിടന്ന് ഉറങ്ങി വന്നായിരുന്നു. അപ്പോഴത്തേക്കും അവന്റെ ഒരു, ഞാൻ പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പുറപുറത്ത് നമ്മുടെ രവീന്ദ്രന്റെ കൂടെ ഇറങ്ങി ചെല്ലുകയാണ്. അപ്പോഴത്തേക്കും വർഷയും ശ്രുതിയും ഒക്കെ വന്നു കേട്ടോ. അപ്പൊ എല്ലാവരും കൂടിയാണ് മുറ്റത്തേക്ക് ഇറങ്ങി ചെല്ലുന്നത്. സച്ചി ആണെങ്കിൽ അവിടെ നീണ്ടു നിവർന്ന് നിൽക്കുകയാണ്. അങ്ങനെ രവീന്ദ്രൻ ചോദിച്ചു, എന്താടാ നീ വരാൻ പറഞ്ഞത്? എല്ലാവരും വന്നല്ലോ അല്ലേ? അപ്പൊ ശ്രുതി പറഞ്ഞു, എന്തിനാടാ നീ എല്ലാവരെയും വിളിച്ചത്? അതാദ്യം പറ. എടാ, നിനക്ക് വേറെ എവിടെയെങ്കിലും പോകാനുണ്ടോ? ഒന്ന് ക്ഷമിക്കടാ, ഞാൻ പറയാടാ. രേവതി, എനിക്ക് രേവതിയോട് ആ ഒരു കാര്യം പറയാനുള്ളത്. അതെ, നീ എൻ്റെ അടുത്തേക്ക് വാ. ദേ, എല്ലാവരും നോക്കിക്കേ, ഞാനും രേവതി ഒരുമിച്ച് നിൽക്കുന്നത്. ദേ, ഇപ്പൊ ഒരു ഉദ്ഘാടനം ഉണ്ട്, അതാട്ടോ ഞാൻ നിങ്ങളോട് വരാൻ പറഞ്ഞ. രേവതി, നിനക്ക് കാര്യം മനസ്സിലായില്ലേ? അപ്പോഴത്തേക്ക് നമ്മുടെ വർഷം ചോദിച്ചു, ഉദ്ഘാടനമോ? അല്ല, നിങ്ങൾ വല്ല ഷോപ്പോ മറ്റോ തുറക്കുന്നുണ്ടോ ഉദ്ഘാടനത്തിന്? അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പറഞ്ഞു, ഷോപ്പ് തുറക്കാനോ ഇവനോ? എൻ്റെ പൊന്നു മോളെ, ഒന്ന് മിണ്ടാതിരിക്കുക. നാളെ രാവിലെ ബാറ് തുറക്കാൻ വേണ്ടി ചിലപ്പോൾ ഇവ പോകും. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചു പറഞ്ഞു, കൊള്ളാം, അടിപൊളി കോമഡിയാ, ഇപ്പം എനിക്ക് ചിരിക്കാൻ സമയമില്ല, ഞാൻ വൈകുന്നേരം ചിരിച്ചോളാം. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, മോനെ നീ എന്തിനാ എല്ലാവരെയും വിളിച്ചത്, എല്ലാവരോടും വരാൻ പറഞ്ഞത്? പറയാച്ച വെയിറ്റ് ചെയ്യും. മോളെ രേവതി, നീയും കൂടെ വാ, ഇങ്ങോട്ട് നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ആ ഗേറ്റ് അങ്ങ് തുറക്കുമ്പോഴത്തേക്കും ഒരു സ്കൂട്ടി കിടക്കുകയാണ് കേട്ടോ. എല്ലാവരും അന്തം വിട്ടു പോയി. സ്കൂട്ടി, വെറും ഒരു സ്കൂട്ടി, പുറകിൽ ആ ഒരു പെട്ടിയൊന്നും വെച്ച് കെട്ടിയിട്ടില്ല കേട്ടോ ഇപ്പം ആ ഒരു സ്കൂട്ടി. അപ്പം ഇങ്ങനെ സ്കൂട്ടി ഇങ്ങനെ കിടക്കുന്നുണ്ട്. നമ്മുടെ രേവതി ചോദിച്ചു, സച്ചേട്ടാ ഇതെന്താ സച്ചേട്ടാ, സ്കൂട്ടറോ? ഇതെന്തിനാ സ്കൂട്ടർ? അല്ല, സച്ചേട്ടൻ എന്തിനാ ഇപ്പൊ സ്കൂട്ടർ മേടിച്ചത്? അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ ചോദിച്ചു, അല്ല മോനെ, ഇതെന്താട്ടാ സ്കൂട്ടർ? ഇത് കൊള്ളാലോടാ, അടിപൊളിയാണല്ലോടാ. ഇത് ഏത് മോഡലാടാ? ഇത് പുതിയതാണോടാ? അതെ അച്ഛാ. അല്ല, ആരുടെയാണ് ഈ വണ്ടി? നമ്മുടെ വണ്ടിയാന്നേ. നമ്മുടെ സ്വന്തം വണ്ടിയാ, അച്ഛൻ അങ്ങോട്ട് നോക്കിക്കേ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിക്കും ചന്ദ്രയ്ക്കും ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. അപ്പം ശ്രീകാന്ത് വർഷയ്ക്ക് നിന്ന് ചിരിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ സച്ചി പറഞ്ഞത്, അച്ഛ ഇത് നോക്കിയേ, എന്താ ഇതിനർത്ഥം? പൂമാലയുണ്ട്, കുറി തൊട്ടിട്ടുണ്ട്, പിന്നെ പേര് വിട്ടിട്ടുണ്ട്. എന്താ ഇതിനർത്ഥം? SR എന്നാ പേര് കിടക്കുന്നത്, കണ്ടോ? അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, SR, 2 ഇംഗ്ലീഷ് അക്ഷരങ്ങൾ മാത്രമാ, അതിൽ വലിയ അർത്ഥമൊന്നുമില്ല. ആരാ പറഞ്ഞത്? എടാ പോട്ടാ, ഇതിന് അർത്ഥം ഉണ്ടോ? S എന്നാൽ സച്ചി, R എന്നാൽ രേവതി, ഇതിന് അർത്ഥമുണ്ട്. കാർഡ് ഒട്ടിച്ചിരുന്നു, എല്ലാവരും കണ്ടിരുന്നല്ലോ. പിന്നെ എന്തിനാ ഇപ്പൊ അർത്ഥം അറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും നിൽക്കുന്നത്? അല്ല മോനെ, ഇപ്പൊ എന്തിനാ ഈ സ്കൂട്ടറിൽ ഒട്ടിച്ചിരിക്കുന്നത്? അച്ഛാ, മറ്റുള്ളവർക്ക് മുമ്പില് രേവതിക്ക് ബഹുമാനം കിട്ടണം, സ്വന്തം കാലിൽ നിൽക്കണം എന്നൊക്കെ കരുതിയല്ലേ ഞാൻ പൂക്കട വെച്ച് കൊടുത്തത്. ആണല്ലോ, പക്ഷേ എൻ്റെ രേവതിക്ക് അതിന് പറ്റിയില്ല. പിന്നെ അസൂയുള്ള ആരോ ഈ പൂക്കട കൊണ്ടുപോയി കോർപ്പറേഷൻകാരോട് എടുത്തോണ്ട് പോകാൻ പറഞ്ഞ് അവര് കൊണ്ടുപോയി. ഏതോ അസൂയക്കാരാ, ഏതോ അശകുനികളാ. അതൊക്കെ പോട്ടെ, അതൊന്നും സാരമില്ല. പൂക്കട പോയപ്പോ രേവതിയുടെ മനസ്സ് ശരിയല്ലാതായി. പാമ്പൻ രേവതി ഒരുപാട് കരഞ്ഞു. അത് കണ്ടിട്ട് ഒരുപാട് സന്തോഷിച്ചു. പിന്നെ എൻ്റെ രേവതി അടുക്കളയിൽ കയറി മെഴുകുന്ന എല്ലാവരും വിചാരിച്ചു. അങ്ങനെ വേണ്ട. ദേ, എൻ്റെ രേവതിക്ക് വെറുതെ ഇരിക്കാൻ അറിയില്ല, അവക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ട് ഞാനൊരു കാര്യം അങ്ങ് ഉറപ്പിച്ചു, അങ്ങനെ രേവതിനെ വെറുതെ ഇരുത്തണ്ട, അവളെ അടുക്കളപ്പണി ചെയ്യിപ്പിച്ച്, പിന്നെ മറ്റു മരുമക്കള് ജോലി ചെയ്യുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഭാര്യനെ ജോലി ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണല്ലോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം, അടുക്കള കയറ്റി ജോലി ചെയ്യിപ്പിക്കാൻ. പിന്നെ ഇവിടത്തെ മരുമക്കള് ജോലി ചെയ്യുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഭാര്യ ജോലി ചെയ്തിരുന്നു. ഇനി മുതലേ ഈ വണ്ടിയാണ് രേവതിയുടെ പൂക്കട.
എന്താ മോനെ നീ പറയുന്നത്? ഇത് രേവതിയുടെ പൂക്കടയാണോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഉം അച്ഛാ, അച്ഛനൊന്നും മനസ്സിലാവുന്നില്ല. ഇപ്പൊ രേവതിക്ക് ഒന്നും മനസ്സിലായി കാണത്തില്ല. ഇനി രേവതി ഈ വണ്ടിയിലാണ് പൂ കച്ചവടം ചെയ്യാൻ കൊണ്ടുപോകുന്നത്. എടാ, ഈ സ്കൂട്ടറിൽ എങ്ങനെയാടാ പൂക്കട നടത്താൻ പറ്റുന്നത്? നീ എന്താടാ ഈ പറയുന്നത് എന്നിങ്ങനെ രവീന്ദ്രൻ ചോദിച്ചപ്പോ, അതെ, മൊബൈൽ പൂക്കട നടത്താ അച്ഛാ. ഈ വണ്ടിയിൽ പൂ കയറ്റി എവിടെ വേണമെങ്കിലും കൊണ്ടുവയ്ക്കാം. അതിനുള്ള സെറ്റപ്പുകളൊക്കെ ഞാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ രേവതിക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. രേവതിക്ക് സന്തോഷമാണോ സങ്കടമാണോ എന്നൊന്നും അറിയത്തില്ല. രേവതി നമ്മുടെ സച്ചിയെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അതെ രേവതി, ഇങ്ങനെ നോക്കണ്ട കേട്ടോ. ഒരു ദിവസം കൊണ്ട് 500 മാല കെട്ടിയ സച്ചിയുടെ ഭാര്യയുടെ പൂക്കടാന്ന് എഴുതിയും കൂടെ വെക്കാൻ പോവാ. അപ്പൊ പിന്നെ ആൾക്കാർ ക്യൂ ആയിട്ട് വരുമല്ലോ. എങ്ങനെയുണ്ട് രേവതി എന്റെ ഐഡിയ? ഇതിന്റെ പുറകിൽ ഒരു പെട്ടിയും കൂടെ ഫിറ്റ് ചെയ്യും. അതിലൊരു 300 കിലോ പൂവൊക്കെ നമുക്ക് വെക്കാട്ടോ. അല്ല, നമുക്ക് അങ്ങനെ തോറ്റു കൊടുക്കാൻ പറ്റുമോ രേവതി? അങ്ങനെ തോറ്റു കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല എന്നിങ്ങനെ ശ്രുതിയുടെയും ചന്ദ്രയുടെയും മുഖത്ത് നോക്കിയിട്ടാണ് സച്ചി പറഞ്ഞത്. അണ്ട് സച്ചി പറഞ്ഞു, എന്റെ സ്വന്തം കാശ് കൊണ്ടാണ് എന്റെ ഭാര്യയ്ക്ക് ഞാൻ ഈ സ്കൂട്ടർ മേടിച്ചത്. ഇതോടെ കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ഒന്ന് ഞെട്ടി. രേവതി ഞെട്ടിയേക്കാൾ കൂടുതൽ ചന്ദ്രയും നമ്മുടെ ശ്രുതിയും ഒക്കെയാണ് ഞെട്ടുന്നത്. അപ്പൊ നമ്മുടെ സച്ചി പറഞ്ഞു, പൂക്കട പൂക്കട നടത്തിയപ്പോ കിട്ടിയില്ലേ, അതിനേക്കാൾ കൂടുതൽ വരുമാനം ഇതുവഴി എന്റെ രേവതിക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. കാരണം ആൾക്കാർക്ക് ഇങ്ങോട്ട് വരണ്ടേ, രേവതി ഇതും കൊണ്ട് അങ്ങോട്ടേക്ക് പോകും. അല്ല സച്ചേട്ടാ, എന്തിനാ സച്ചേട്ടാ ഈ ചെലവൊക്കെ? എന്താ രേവതി നീ പറയുന്നത്? ചെലവോ? നീ എനിക്ക് കാറ് മേടിച്ചു തന്നവളല്ലേ? അപ്പൊ നിനക്ക് വേണ്ടിട്ട് ഞാനൊരു സ്കൂട്ടറിലും മേടിച്ചു തരണ്ടേ രേവതി? അല്ലെങ്കിൽ ഞാൻ കൊച്ചായി പോവില്ലേ? ഇതെങ്കിലും ഞാൻ ചെയ്യണ്ടേ? അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി, അത് പിന്നെ സച്ചേട്ടാ, നീ ചെയ്യുന്ന ജോലി പവിത്രമായ ജോലിയാണ്. അതുകൊണ്ട് ദൈവം നിന്നെ അനുഗ്രഹിക്കും. നീ ചെയ്യുന്നൊരു സാധാരണ ജോലിയല്ല. ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങളിൽ ചാർത്തുന്നത് നിന്നെ പോലെയുള്ളവരുണ്ടാക്കുന്ന മാലയല്ലേ. എല്ലാ നല്ല കാര്യങ്ങൾക്കും പൂക്കൾ വേണം. അങ്ങനെ നോക്കുമ്പം നീയേ നിസ്സാരക്കാരിയല്ല. പിന്നെ മേക്കപ്പ് ഇടുന്നതിനേക്കാളും കാർ ഓടിക്കുന്നതിനേക്കാളും ഡബ് ചെയ്യുന്നതിനേക്കാളൊക്കെ പവിത്രമായ ജോലിയാ നീ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, മോനെ സച്ചി, അത് കറക്റ്റായ കാര്യമാണ്. അപ്പോൾ നമ്മുടെ സുധി പറഞ്ഞു, അല്ല, ഈ മൊബൈൽ പൂക്കടയ്ക്ക് നീ അമ്മയുടെ പേരിടുന്നില്ലേ? അത് പാർലർ ഏട്ടത്തി തുടങ്ങിയപ്പം അമ്മയുടെ പേരിട്ടില്ലേ? പാർലർ പൊട്ടിപ്പോണ്ട അവസ്ഥ വന്നു. ഇപ്പം ദേ എന്റെ രേവതി ഇട്ട് ആ ഒരു പൂക്കടയും എന്തു പറ്റി? ആ, കടക്ക് ഓപ്പറേഷൻകാരെ എടുത്തോണ്ട് പോയി. ഓ, എന്ത് നല്ല പേര്, നല്ല പേരും നല്ല എരണവും. ഇനിയിപ്പം ഈ വണ്ടിക്കും ഈ പേരിടട്ടെ. ഇതും കൂടെ പൂട്ടിപ്പോകാനാണോ? ഇനി ഒരു പരീക്ഷണത്തിൽ നിൽക്കേണ്ട കാര്യമുണ്ടോ? നല്ല പേര് ചന്ദ്രമതി. ഓ, നല്ല എരണമുള്ള പേരാ. അതുകൊണ്ടേ ഞങ്ങൾക്കൊന്ന് കര പറ്റണം എന്നുണ്ട്. അപ്പൊ പിന്നെ ആ പേരിട്ടാല് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. പൊട്ടിപ്പോകും. അതുകൊണ്ട് ഇതിനിപ്പോ രേവതിയുടെ പേര് തന്നെയാണ് ഇടുന്നത്. ഇത് തന്നെയാ നല്ലത്. ഇനിയിപ്പം വേറൊന്നും വേണ്ട. വണ്ടിക്ക് നമ്മുടെ രണ്ടിന്റെയും പേരിന്റെ ആദ്യത്തെ അക്ഷരമായ SR ഇട്ടെങ്കിൽ മൊബൈൽ പൂക്കടയ്ക്ക് രേവതി ഫ്ലവേഴ്സ് എന്നിടും. തീർന്നില്ലേ പ്രശ്നം? ആഹാ, രേവതി ഫ്ലവേഴ്സ്, എന്തൊരു ഐശ്വര്യമുള്ള പേര്. അപ്പൊ നമ്മുടെ വർഷ പറഞ്ഞു, അയ്യോ, അടിപൊളി ഐഡിയ ആട്ടോ രേവതി ചേച്ചിക്ക് എവിടെ ചെന്നും പൂവിക്കാലോ. റോഡരികിൽ പൂക്കട ഇട്ടല്ലേ വിൽപ്പന നടത്തിയത്. ഇനി ഈ വണ്ടി നമ്മുടെ വീട്ടിന് മുമ്പിൽ നിർത്തിയിട്ട് പൂവിക്കാം. എളുപ്പമായില്ലേ? ഏതായാലും ഇത് തന്നെയാ നല്ല ഐഡിയ. അപ്പൊ ശ്രീകാന്തും പറഞ്ഞു, അത് ശരിയാ സച്ചേട്ടാ, ഇത് നല്ല ഐഡിയ തന്നെയാ. പിന്നെ രേവതി ചേച്ചിക്ക് ക്ഷേത്രങ്ങൾക്കും കടകൾക്കും ഒക്കെ മുമ്പിൽ പോയി പൂവിക്കാലോ. ഒരു കണക്കിന് കോർപ്പറേഷൻകാര് പൂക്കട എടുത്തോണ്ട് പോയത് നന്നായി. ഇതല്ലേ അതിനേക്കാളും ബെറ്റർ. ഇതാ നന്നായത് എന്ന് നമ്മുടെ ശ്രീകാന്തും പറഞ്ഞു കേട്ടോ. ഇത് കേട്ടിട്ട് ഒരു സമാധാനവും കിട്ടാതെ ഇരിക്കുക നമ്മുടെ ശ്രുതിയും ചന്ദ്രമതിയും കൂടെ. അങ്ങനെ നമ്മുടെ വർഷം വന്നിട്ട് കൈകൂടി രേവതി ചേച്ചി, വീണ്ടും പൂവിക്കാൻ തുടങ്ങല്ലേ. കൺഗ്രാറ്റ്സ്, നല്ല വിജയകരമായിട്ട് ഈ പൂക്കടയും മാറട്ടെ. അപ്പൊ നമ്മുടെ ശ്രീകാന്തും കൺഗ്രാറ്റ്സ് കൊടുക്കാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു, അച്ഛൻ വേണം രേവതിക്ക് ഈ താക്കോല് കൊടുക്കാനായിട്ട്. രേവതി ഇങ്ങ് വന്നേ, എന്നാ താക്കോല് കൊടുത്തേച്ചാ എന്നും പറഞ്ഞ് നമ്മുടെ രവീന്ദ്രന്റെ കയ്യിലേക്ക് താക്കോല് കൊടുക്കാണ് കേട്ടോ. അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു, വേണ്ട മോനെ, നീ കൊടുത്താൽ മതി. അച്ഛൻ കൊടുക്കച്ചാന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ചന്ദ്ര ഇങ്ങനെ മാറി നിൽക്കുക. അപ്പൊ ചന്ദ്രനെ വിളിച്ചിട്ട് പറഞ്ഞു, എടി ചന്ദ്രേ ഇങ്ങ് വന്നേ,
എന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴത്തേക്കും ചന്ദ്ര വന്നു. അതെ, നീയും കൂടി ഇത് കൊടുക്കാൻ കൂടിക്കെന്ന് പറഞ്ഞ് ചന്ദ്രനെ കൊണ്ടും കൂടെ കൊടുപ്പിക്കുകയാണ്. രണ്ടുപേരും കൂടെയാണ് കൊടുപ്പിക്കുന്നത്. അങ്ങനെ ഉർവശി ശാപം ഉപഹാരം എന്ന് പറയുന്ന അതുപോലെ തന്നെ ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ രേവതിക്ക് ഇനി പേടിക്കാനൊന്നുമില്ല. രേവതി ഇനി വെച്ചടി 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 വെച്ച് അങ്ങോട്ട് കയറും. അപ്പൊ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാമല്ലോ. അപ്പൊ ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനിയിപ്പോ നമ്മുടെ നയനിയുടെയും ആദർശിന്റെയും കഥയുമായിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.